Welcome to Plant Sapiens. So, ഇന്നത്തെ ക്ലാസ്സിൽ എടുക്കുന്നത് ട്രാൻസ്ക്രിപ്ഷൻ ടെർമിനേഷൻ, അതായത് ട്രാൻസ്ക്രിപ്ഷനിലെ മൂന്നാമത്തെ സ്റ്റെപ്പ് ആയിട്ടുള്ള ടെർമിനേഷൻ ആണ്. ഒരു ടെർമിനേഷൻ എന്ന് പറയുമ്പോൾ അതിൽ രണ്ട് രീതിയിൽ നടക്കുന്നുണ്ട്. ഫസ്റ്റ് വൺ ഇൻട്രിൻസിക് ടെർമിനേഷൻ അല്ലെങ്കിൽ റോ ഇൻഡിപെൻഡൻറ്റ് ടെർമിനേഷൻ, രണ്ടാമത്തത് റോ ഡിപ്പെൻഡൻ്റ് ആയിട്ടുള്ള ടെർമിനേഷൻ. സോ ഇന്നത്തെ ക്ലാസ്സിൽ റോ ഇൻഡിപെൻഡൻറ്റ് ടെർമിനേഷൻ ആണ് ഡീറ്റെയിൽ ആയിട്ട് എടുക്കുന്നത്. സോ ക്ലാസ് സ്കിപ്പ് ചെയ്യാതെ കാണുക. അതിനു മുന്നേ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്തേക്കുക. HSST, MSc, BSc, ബോട്ടണി റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ ടോപ്പിക്സും ഈ ഒരു ക്ലാസ്സിൽ ഇടുന്നതായിരിക്കും. സോ നമുക്ക് ആദ്യം ജസ്റ്റ് കഴിഞ്ഞ ക്ലാസ്സിൽ ഒരു ഒരു റീക്യാപ്പ് പോലെ എടുത്തു നോക്കാം. അപ്പോൾ ഇവിടെ ഒരു പിക്ചർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു പിക്ചർ വെച്ചിട്ട് നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കും RNA പോളിമറൈസ് ഇവിടെ വന്നു, പോളിമറൈസേഷൻ നടന്ന് mRNA ഉണ്ടായിട്ടാണ് കാണിക്കുന്നത്. 5' to 3' ഡയറക്ഷനാണ് ഇങ്ങനെ mRNA ഉണ്ടായി പോയി. ഒരു റീജിയൻ എത്തിക്കഴിഞ്ഞാൽ ഈ ഒരു mRNA സിന്തസൈസ് സ്റ്റോപ്പ് ചെയ്ത് ആ ഉണ്ടാക്കിയ mRNA നമ്മൾ ഡബിൾ സ്റ്റാൻഡേർഡ് DNAയിൽ നിന്ന് റിലീസ് ചെയ്ത് പുറത്തേക്ക് വേണം അല്ലേ. ആ ഒരു റിലീസിങ്ങും ആ ഒരു ടെർമിനേഷൻ, ഈ രണ്ട് റിയാക്ഷൻസ് ആണ് ഈ ഒരു ട്രാൻസ്ക്രിപ്ഷൻ ടെർമിനേഷൻ എന്ന് പറയുന്ന സ്റ്റേജിൽ നടക്കുന്നത്. സോ എന്താണ് ഈ ഒരു ട്രാൻസ്ക്രിപ്ഷൻ ടെർമിനേഷൻ റിയാക്ഷൻ നമുക്ക് നോക്കാം. നമുക്കൊരു ഡബിൾ സ്റ്റാൻഡേർഡ് DNA സ്ട്രാൻഡ് ഉണ്ട്. അതിൽ ഈ ഒരു റീജിയൻ 5' to 3' ആണ്. അത് നമ്മൾ ഓർത്ത് വയ്ക്കുക. RNAയുടെ 5' to 3' ഡയറക്ഷനിലാണ്. RNAയുടെ 5' മുതൽ 3' ഡയറക്ഷനിലേക്ക് എന്ത് പോവാണ്, നമ്മുടെ mRNA സിന്തസൈസ് ചെയ്യാണ്. അപ്പോൾ അവിടെ നമുക്ക് അറിഞ്ഞിരിക്കേണ്ട കുറേ റീജിയൻസ് ഉണ്ട്. അപ്പോൾ ഒരു RNA പോളിമറൈസ് വന്നു, RNA സ്ട്രാൻഡ് ഇങ്ങനെ കാണിച്ചേക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഒരു ബ്ലൂ കളറിൽ കാണിച്ചേക്കുന്ന ആളാണ് RNA പോളിമറൈസ് എന്ന് പറയുന്നത്. സോ ദെൻ ഈ യെല്ലോ കളറിൽ കാണിച്ചിരിക്കുന്നതാണ് നമ്മൾ ഉണ്ടാക്കിയേക്കുന്ന mRNA എന്ന് പറയുന്നത്. ഈ ഒരു mRNAയിൽ കുറേ റീജിയൻസ് ഉണ്ട് അല്ലേ. mRNAയിൽ നമ്മൾ ആദ്യം അറിഞ്ഞിരിക്കേണ്ട രണ്ട് റീജിയൻ ആണ്. ഈ രണ്ട് റീജിയൻ ഇവിടെ കൊടുത്തിട്ടുണ്ട് അല്ലേ. ഇതാണ് CCCG എന്ന് പറയുന്നതും അതിൻ്റെ നേരെ കോംപ്ലിമെൻ്ററി ആയിട്ടുള്ള ഒരു റീജിയൻ ആണ് GGGC. ഇതാണ് ഒന്നാമത്തെ കാര്യം അറിഞ്ഞിരിക്കേണ്ടത്. ഉണ്ടാക്കിയേക്കുന്ന mRNA സീക്വൻസിൽ mRNAയുടെ ആ ഒരു 5' പൊസിഷൻ അടുത്തായിട്ട് ഏകദേശം അടുത്തടുത്ത് നിൽക്കുന്ന രണ്ട് റീജിയൻസ് ഉണ്ടാകും. അതിലൊന്ന് CCCG ആണ്, അതിന് തൊട്ടടുത്തുള്ള റീജിയൻ അതിന് നേരെ കോംപ്ലിമെൻ്ററി ആയിട്ടുള്ള GGGC ആണ്. അപ്പം നമുക്ക് ഒന്നാമത്തെ കാര്യം, ഈ Gയും Cയും തമ്മിലുള്ള ബോണ്ട് ട്രിപ്പിൾ ബോണ്ടാണ്, അതായത് ഹൈ ആയിട്ടുള്ള ബോണ്ടാണ്, ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള ബോണ്ടാണ്. ഓക്കെ, പിന്നീടുള്ള ഒരു റീജിയൻ എന്ന് പറയുന്നത് ഇവിടെ കാണിച്ചിരിക്കുന്ന AAA. നമ്മുടെ ഈ ഒരു DNA ടെർമിനേഷൻ നടക്കണമെങ്കിൽ കൂടുതലും അഡിനിൻ റിച്ച് ആയിട്ടുള്ള റീജിയൻ വരുമ്പോഴാണ് അവിടെ ടെർമിനേഷൻ നടക്കുന്നത്. ആ ഒരു സൈറ്റിനെ നമ്മൾ ടെർമിനേഷൻ സൈറ്റ് എന്നാണ് പറയുന്നത്. ഓക്കെ, ടെർമിനേഷൻ സൈറ്റ് എന്ന് പറയും. അപ്പോൾ ഈ ടെർമിനേഷൻ സൈറ്റ് പറയുന്നതിന് മുന്നേ ഫസ്റ്റ് നമ്മൾ പറയേണ്ടത് ഹെയർ പിൻ ഫോർമേഷൻ ആണ്. ഓക്കെ, ഹെയർ പിൻ ഫോർമേഷൻ. അപ്പോൾ എന്താണ് ഈ ഒരു ഹെയർ പിൻ ഫോർമേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ പറഞ്ഞു കഴിഞ്ഞു ഉണ്ടാക്കിയ ഈ ഒരു mRNAയിൽ ഉള്ള ഈ രണ്ട് റീജിയൻസ് ഉണ്ടല്ലോ, CCCGയും GGGCയും, ആ രണ്ട് റീജിയൻസ് കൂടിച്ചേരും. അതായത് നല്ല രീതിയിൽ അട്രാക്ട് ചെയ്യുന്ന നൈട്രജൻ ബേസസ് ആണ്. അവ തമ്മിൽ ബേസ് പെയറിങ്, ഹൈഡ്രജൻ ബോണ്ട് വഴി ബേസ് പെയറിങ് ചെയ്താൽ ഉണ്ടാകുന്ന ഒരു സ്ട്രക്ചറാണ് ഈ ഒരു ഹെയർ പിൻ ഷേപ്പിലായിരിക്കും സ്ട്രക്ചർ ഉണ്ടായിരിക്കുക. അതായത് ഈ ഒരു ടെർമിനേഷൻ റീജിയനിൽ ഈ ഹെയർ പിന്നായിട്ട് സ്ട്രക്ചർ ഉണ്ടായിരിക്കും. ഈ ഒരു ഹെയർ പിൻ സ്ട്രക്ചർ ഉണ്ടാകുന്ന ടൈം തന്നെ നമ്മുടെ ഈ ഒരു RNA ഇവിടെ ഒരു റീജിയൻ നമ്മളിപ്പോൾ ഷെയ്ഡ് ചെയ്ത് കഴിഞ്ഞാൽ, ഓക്കെ, അപ്പോൾ ഈ ഒരു റീജിയൻ ആണ് നമ്മുടെ DNAയുടെ ടെർമിനേഷൻ സൈറ്റ്. യെല്ലോ കളറിൽ കൊടുത്തേക്കുന്നതാണ് DNAയുടെ ടെർമിനേഷൻ സൈറ്റ് എന്ന് പറയുന്നത്. ടെർമിനേഷൻ സൈറ്റിൽ അഡനിൻ റിച്ച് റീജിയൻ ആണ് എന്ന് വിചാരിക്കുക. അപ്പോൾ ഈ ഒരു അഡനിൻ റിച്ച് റീജിയൻ ഉണ്ടാകുമ്പം അഡനിന് കോംപ്ലിമെൻ്ററി ആയിട്ടുള്ള സ്ട്രാൻഡ് ആയിരിക്കുമല്ലോ നമ്മുടെ RNAയിൽ ഫോം ചെയ്യുക. അപ്പോൾ ഈ ഒരു RNAയുടെ ടിപ്പിൽ ഫോം ചെയ്യുന്നത് യുറാസിൽ റിച്ച് ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇവിടെ AU റിച്ച് ആയിട്ടുള്ള റീജിയൻ ആയിരിക്കും ടെയിലിൽ വരിക. പക്ഷേ അവിടെ എന്താണെന്ന് വെച്ചാൽ ഒരു പോളി യൂട്ടൈലാണ് ഫോം ചെയ്യുക. പക്ഷെ ആ ഒരു പോളി യൂട്ടൈൽ ഫോം ചെയ്യുമ്പം AU റിച്ച് ആയിട്ടുള്ള റീജിയൻ ഫോം ചെയ്യുമ്പം അവയ്ക്ക് അട്രാക്ഷൻ അല്ലെങ്കിൽ അവയുടെ ബോണ്ട് എന്ന് പറയുന്നത് വീക്ക് ഇൻട്രാക്ഷൻ ആയിരിക്കും. ഒന്നാമത്തേത് മനസ്സിലാക്കേണ്ടത്, ടെർമിനേഷൻ സൈറ്റിൽ Aയും Uവും തമ്മിലുള്ള ഇൻട്രാക്ഷൻ വീക്ക് ഇൻട്രാക്ഷൻ ആണ്. പക്ഷേ ഹെയർ പിൻ സ്ട്രക്ചറിൽ ഉണ്ടാക്കിയേക്കുന്ന Cയും Gയും തമ്മിലുള്ള ഇൻട്രാക്ഷൻ എന്ന് പറയുന്നത് സ്ട്രോങ് ഇൻട്രാക്ഷൻ ആണ്. GC റിച്ച് ആയിട്ടുള്ള സ്ഥലത്തുള്ളത് സ്ട്രോങ് ഇൻട്രാക്ഷൻ ആണ്.
അപ്പോൾ ഈ രണ്ട് റീജിയണിലും ഇൻ്ററാക്ഷൻ്റെ ആ ഒരു സ്ട്രെങ്ത്തിൽ ഉണ്ടാകുന്ന വ്യത്യാസം കാരണം ഈ RNA എന്ന് പറയുന്നത് DNA ടെംപ്ലേറ്റിൽ നിന്നും റിലീസായി പുറത്തേക്ക് ഡിസോസിയേറ്റ് ചെയ്ത് വരും. അപ്പോഴാണ് നമ്മുടെ ട്രാൻസ്ക്രിപ്ഷൻ എൻഡ് ആകുന്നത്. അപ്പോൾ ഇത്രയാണ് റോ ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ട്രാൻസ്ക്രിപ്ഷൻ സിമ്പിളായിട്ട് പറഞ്ഞാൽ. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു.